ഹായ് മക്കളെ, നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 11ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. 12ാമത്തെ ചോദ്യം മുതൽ 22ാമത്തെ ചോദ്യം വരെയുള്ള പാഠഭാഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മെത്തനാൽ ഇസ് എൻ ആൽഡിഹൈഡ് ഹാവിങ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം. What are the products formed when methanol is treated with a strong KOH? മെത്തനാൽ സ്ട്രോങ് KOHുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതാണ് നമ്മൾ പറയുന്ന മെത്തനാൽ, അല്ലേ? ഈ മെത്തനാലിൻ്റെ 2 യൂണിറ്റ് നമ്മൾ സ്ട്രോങ് KOHുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകൾ അറ്റൻഡ് ചെയ്യുന്ന കാനിസാറോ റിയാക്ഷനാണ് ഇത്. ഈ കാനിസാറോ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഒരു ആൽഡിഹൈഡിന് സെൽഫ് ഓക്സിഡേഷനും മറ്റേ ആൽഡിഹൈഡിന് സെൽഫ് റിഡക്ഷനും സംഭവിക്കും. അങ്ങനെ ഒന്നാമത്തെ ആൽഡിഹൈഡ് ഒരു ആൽക്കഹോളായി മാറുകയും എന്നാൽ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആൽഡിഹൈഡ് ആകട്ടെ ഒരു പൊട്ടാസ്യം സാൾട്ട് ഓഫ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോർമേറ്റ് ആയി മാറുകയും ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന കാനിസാറോ റിയാക്ഷൻ. ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻസ് അച്ചീവ്ഡ്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കൺവേർഷനുകൾ എങ്ങനെ സാധ്യമാകുന്നു? ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൾഡിഹൈഡ്. ബെൻസോയിൽ ക്ലോറൈഡുകൾ ബെൻസാൾഡിഹൈഡ് ആയി മാറുന്നത് പലേഡിയത്തിൻ്റെയും ബേരിയം സൾഫേറ്റിൻ്റെയും പ്രസൻസിലാണ്. അതാണ് നമ്മൾ പറയുന്ന റോസൻമൺസ് റിഡക്ഷൻ. ഇനി അസറ്റിക് ആസിഡ് ടു ക്ലോറോ അസറ്റിക് ആസിഡ്. റെഡ് ഫോസ്ഫറസിൻ്റെ സഹായത്താൽ ഹാലജനുകളെ കാർബോക്സിലിക് ആസിഡിനകത്ത് ചേർത്ത് ഹാലോജിനേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണത് HVZ റിയാക്ഷൻ, ഹെൽവോൾഹാൾഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇനി ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ്. ബെൻസീനിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും അതോടൊപ്പം തന്നെ HClൻ്റെയും പ്രസൻസിലാണ്. അതിനെയാണ് നമ്മൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്നുള്ള പേരിൽ പറയുന്നത്. ഇനി എത്തനാൽ ടു ഈതെയിൻ. എത്തനാൽ ടു ഈതെയിൻ അത് നമ്മൾ നടത്തുന്നത് NNH2 എന്നല്ല NH2 ഹൈഡ്രാസീനിൻ്റെയും KOHൻ്റെയും പ്രസൻസിലാണ്. ഇനി എമംഗ് ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് ആൻഡ് ഫോർമിക് ആസിഡ് വിച്ച് കോമ്പൗണ്ട് അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ? ഫോർമാൽഡിഹൈഡ് എന്ത് ചോദിക്കാനാണ്? മെത്തനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. എന്തുകൊണ്ടാണ്? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവർ, കേട്ടോ, ആൽഫ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇല്ലാത്തവർ മാത്രമേ ഏത് റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ? നമ്മൾ പറയുന്ന കാനിസാറോ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഗിവ് റീസൺ. വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ? എന്താണ് എസ്റ്ററിഫിക്കേഷൻ? ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡും അതോടൊപ്പം തന്നെ ആൽക്കഹോളും ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ OHും ഈ Hും തമ്മിൽ H2O ആയി പോവുകയും ബാക്കിയുള്ളത് കൂടിച്ചേർന്ന് CH3COOCH3 ബാക്കിയുള്ളത് കൂടിച്ചേർന്ന് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള കോമ്പൗണ്ട് ആയി മാറുകയും ചെയ്യും. ഈ പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. എസ്റ്ററുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ത്? COO. റെഡി? ക്ലിയർ? ദെൻ അടുത്തത് C. Thionyl chloride is preferred as the reagent to prepared acid chlorides. Why? Thionyl chloride ആണ് സാധാരണഗതിയിൽ ആസിഡ് ക്ലോറൈഡുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്?
കാരണം തയനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്യൂരിഫൈഡ് ആയ ശുദ്ധമായ പ്രോഡക്റ്റ് ആണ് എന്താവുക, ലഭിക്കുക. അടുത്തത് റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ ടു എഫക്ട് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് ടു ഈതെയിൻ. സോഡിയം അസറ്റേറ്റ് ഈതെയിൻ ആയി മാറുന്ന റിയാക്ഷൻ പറയാനാ പറഞ്ഞിരിക്കുന്നത്. സോഡിയം അസറ്റേറ്റ് ഈതെയിൻ ആയി മാറുന്ന റിയാക്ഷൻ നോക്കൂ. ഇവിടെ സോഡിയം അസറ്റേറ്റിനെ നമ്മൾ ഇലക്ട്രോലിസിസ് നടത്തുകയാണ്. സോഡിയം അസറ്റേറ്റ് ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO മൈനസ് അയോണും Na+ അയോണുമായിട്ട് എന്താവും, മാറും. നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്കും പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്കുമാണ് എന്താകുന്നത്, എത്തിച്ചേരുന്നത്. കാഥോഡിലെത്തുന്ന Na+ അയോണുകൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച്, ഒന്നല്ല രണ്ടെണ്ണമാണ്, അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് സോഡിയം ആറ്റമായിട്ട് എന്താവും, ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ CH3COO മൈനസ് അയോണുകളിൽ COO എന്ന് പറഞ്ഞാൽ CO2 അല്ലേ, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എലിമിനേറ്റ് ചെയ്തിട്ട് അത് ഈതെയിൻ ആയിട്ട് എന്താവും, മാറും. ഇതാണ് നമ്മൾ പറയുന്ന കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഒന്നാമത്തത് കീറ്റോൺ ആണ്, 4 കാർബൺ അടങ്ങിയിട്ടുള്ള കീറ്റോൺ, ബ്യൂട്ടൻ 1 ഓൺ. അടുത്തത് അസറ്റിക് ആസിഡ് ആണ്, ഡൈ അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡൈ അസറ്റിക് ആസിഡ് ആണ് എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പേര് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. IUPAC പേര് മതിയാവില്ല കേട്ടോ. സാധാരണഗതിയിൽ എല്ലാത്തിനും IUPAC പേര് പറയുന്നത് പോലെ ഇതിന് നമുക്ക് അങ്ങനെ IUPAC പേര് പറയാൻ പറ്റിയെന്ന് വരില്ല. കോമൺ നെയിം തന്നെ പറയാം നമുക്കതിന്. കോമൺ നെയിം നമ്മൾ പറയുക മലോണിക് ആസിഡ് എന്നാണ് പറയുക, മലോണിക് ആസിഡ്. IUPAC പേരാണെങ്കിൽ സുഖമാണ്, 3 കാർബണില്ലേ, പ്രൊപ്പൻ 1,2 ഡയോണിക് ആസിഡ് അല്ലെങ്കിൽ പ്രൊപ്പൻ ഡയോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മതി. ഇനി സജസ്റ്റ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൾഡിഹൈഡ് ഫ്രം ടൊളുവീൻ. ടൊളുവീനിനകത്ത് നിന്ന് എങ്ങനെയാണ് ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുക? ടൊളുവീനിനെ സിങ്ക് അമാൽഗവും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ടൊളുവീനിനകത്ത് നിന്ന് ബെൻസാൾഡിഹൈഡ് നമ്മൾ എന്താക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഡിഫർ ഇൻ ദെയർ റിയാക്ഷൻ. ഹൗ ഡു ദേ റിയാക്ട് വിത്ത് ദ ഫോളോയിങ് ടൊളൻസ് റിയേജൻ. ആൽഡിഹൈഡുകൾ മാത്രമേ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ടൊളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയുള്ളൂ. ആൽഡിഹൈഡുകൾ ടൊളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ മിറർ എന്താവും, ഫോം ചെയ്യും. ഇനി ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ റിയാക്റ്റഡ് വിത്ത് ആൽക്കഹോൾ. അവിടെയും ആൽഡിഹൈഡ് ആണ് പണി പറ്റിക്കുന്നത്. ആൽഡിഹൈഡുകൾ മാത്രമേ ആൽക്കഹോളുമായിട്ട് എന്താവുള്ളൂ, റിയാക്ട് ചെയ്യുകയുള്ളൂ. കീറ്റോണുകൾ എന്താവില്ല, റിയാക്ട് ചെയ്യില്ല. അടുത്തത് ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ഇൻ ടു ദ ഫോളോയിങ് കോമ്പൗണ്ട്. പ്രൊപ്പനോയിക് ആസിഡിനെ നമുക്ക് സാധാരണഗതിയിൽ ഈ പറയുന്ന കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ആദ്യത്തത് ഈതെയിൻ. Convert propanoic acid into the following compounds. ആദ്യത്തത് സോഡ ലൈമും കാൽസ്യം ഓക്സൈഡും വെച്ചിട്ട്, മറ്റേത് സോഡിയം കാർബണേറ്റ് വെച്ചിട്ട്. നമ്മൾ എളുപ്പത്തിൽ പഠിച്ച റിയാക്ഷൻ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി എന്താ ഇത് എന്നുള്ളത്. ഇനി ഇതിലെ എല്ലാം തന്നെ പഠിച്ചതിന് ശേഷം മാത്രമല്ലാതെ ഇത് നിങ്ങൾ കേട്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം സാർ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. അത് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു റിയാക്ഷൻ തന്നെ പല ഫോമിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ്. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് A and B and C. ആദ്യത്തത് ആൽഡിഹൈഡുകളെ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ KMnO4ന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നു. ഏത് ആൽഡിഹൈഡിനെയും KMnO4ന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് എന്താവും, മാറും. CH3 CH2 COOH. അടുത്തത് അസറ്റോൺ അല്ലേ, പ്രൊപ്പനോൺ ബ്യൂട്ടൻ 1 ഓൺ ആണത്.
സിങ്ക് അമാൽഗത്തിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിൽ അത് സാധാരണ ഹൈഡ്രോ കാർബൺ ആയി മാറുകയാണ് ചെയ്യുക. ഇറ്റ് ഇസ് CH3 CH2 CH2 CH3 ബ്യൂട്ടെയിൻ ആയിട്ട് അതെന്താവും മാറും. അടിപൊളി. അടുത്തത് ബ്രോമിനും റെഡ് ഫോസ്ഫറസും HVZ റിയാക്ഷൻ ആണ്. അത് പ്രോഡക്റ്റ് കിട്ടുക CH3 CH2 CHBr COOH. എച്ചും ഒരു BRും കൂടി HBr ആയിട്ട് പോകും. റൈറ്റ് ഡൗൺ ദ IUPAC നെയിം. ആദ്യത്തത് പ്രൊപ്പനോയിക് ആസിഡ്, രണ്ടാമത്തത് ബ്യൂട്ടെയിൻ, മൂന്നാമത്തത് 2-ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. കാനിസാറോ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത മെത്തനാല് പോലുള്ള ആൾഡിഹൈഡുകൾ റിയാക്ട് ചെയ്യുകയാണ് KOHന്റെ പ്രസൻസിൽ. തുടർന്ന് സെൽഫ് ഓക്സിഡേഷനും സെൽഫ് റിഡക്ഷനും നടക്കുന്നതിൻ്റെ ഫലമായി ഒരു ആൽക്കഹോളും പൊട്ടാസ്യം സാൾട്ടും ഫോം ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന കാനിസാറോ എസ്റ്ററിഫിക്കേഷൻ. ഏത് കാർബോക്സിലിക് ആസിഡുകളും ആൽക്കഹോളുകളുമായി കൂടിച്ചേരുന്ന സമയത്ത് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ പറയുന്ന എസ്റ്ററിഫിക്കേഷൻ. which named reaction is used to reduce CH3COCl to CH3CHO. നോക്കൂ, അസൈൽ ക്ലോറൈഡുകളാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിക്കുന്ന നെയിംഡ് റിയാക്ഷൻ ആണ് അസൈൽ ക്ലോറൈഡിൻ്റെത്. റിയേജന്റ് ഏതായിരുന്നു? പലേഡിയവും ബേരിയം സൾഫേറ്റും. ഇത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. Aldehyde and ketone undergo reaction due to the presence of alpha hydrogen atom. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൾഡിഹൈഡുകളും കീറ്റോണുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്? ദിസ് ഇസ് അവർ ആൾഡോൾ കണ്ടൻസേഷൻ അല്ലേ? അതിലെ ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ഓഫ് an aldehyde which takes place only because of the presence of alpha hydrogen atom, aldol condensation. How will you bring about the above reaction? നമ്മൾ എത്തനാൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 2 എത്തനാൽ CH3CHO CH3CHO NaOHൻ്റെയോ KOHൻ്റെയോ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടൻസ് ചെയ്യും. ഓർമ്മയില്ലേ? H ഇങ്ങോട്ട് വരും. അപ്പോൾ CH3CHOH അല്ലേ? CH2CHO ആയിട്ട് എന്താവും? മാറും. എഗെയിൻ ഇത് വീണ്ടും കണ്ടൻസ്ഡ് ആൾഡോൾ പ്രോഡക്റ്റ് ആവും. OHും ഇവിടെ നിന്നുള്ള ഒരു Hും കൂടി വാട്ടർ ആയിട്ട് പോകുമ്പോൾ CH3CH ഡബിൾ ബോണ്ട് CHCHO ആയിട്ട് എന്താവും? മാറും. നെക്സ്റ്റ് വൺ, ക്ലോറോ അസറ്റിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ആസിഡ് ദാൻ അസറ്റിക് ആസിഡ് due to the presence of highly electronegative halogen atom. Then how will you convert CH3COOH to CH2ClCOOH? ഹാലോജനേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ കുറേ തവണയായി പറയുന്നു. ക്ലോറിനും റെഡ് ഫോസ്ഫറസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് HVZ റിയാക്ഷൻ. ദെൻ 17ാമത്തെ ചോദ്യം, ആൾഡിഹൈഡ് റീസംബിൾ കീറ്റോൺ ഇൻ മെനി ആസ്പെക്ട്. Give the reason of the resemblance. This is due to the presence of carbonyl group. Give the reaction in which aldehyde resemble ketones. ഓക്സിഡേഷൻ റിയാക്ഷനുകൾ ആൾഡിഹൈഡുകളും കീറ്റോണുകളും റീസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. റിഡക്ഷൻ റിയാക്ഷനുകളും ആൾഡിഹൈഡുകളും കീറ്റോണുകളും റീസംബ്ലൻസ് സമാനത കാണിക്കുന്നുണ്ട്. റൈറ്റ് 2 tests to distinguish between aldehyde and ketone. ആൾഡിഹൈഡുകളെയും കീറ്റോണുകളെയും തിരിച്ചറിയാനുള്ള 2 ടെസ്റ്റുകൾ പറയാൻ. ആൾഡിഹൈഡിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ കീറ്റോണിനെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടെസ്റ്റാണ് ടൊളൻസ് റിയേജന്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റുമായി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് സിൽവർ മിറർ എന്താവും? ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ടൊളൻസ് റിയേജന്റ് എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. ഇനി ഫെഹ്ലിങ്സ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൾഡിഹൈഡുകൾ കോപ്പർ ഓക്സൈഡിന്റെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരും. കീറ്റോണുകൾ എന്താവൂല? തരൂല. വാട്ട് ഇസ് കാനിസാറോ റിയാക്ഷൻ? പറഞ്ഞു മടുത്തു. അത് 18ാമത്തത് ഒരു അരോമാറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. 3,4-ഡൈനൈട്രോബെൻസോയിക് ആസിഡ് ആണത്. എക്സ്പ്ലെയിൻ ദ കൺവേർഷൻ ഓഫ് ദി എബവ് ആസിഡ് ഇൻ ടു ഫോളോയിങ്. സ്വന്തമായി അങ്ങ് ചെയ്തോളണം. കാരണം
ആ ഓരോന്നും നിങ്ങൾ പഠിച്ച ഓരോ റിയാക്ഷൻ്റെ മെത്തഡോളജി തന്നെയാണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് തന്നെയാണ് കേട്ടോ. കൺവേർഷൻ 3 ഓപ്ഷൻസ് തന്നിട്ടില്ലേ മക്കളെ, അതിൽ 2 ചെയ്യാനുള്ളൂ, മൂന്നാമത്തത് വീണ്ടും റിപ്പീറ്റ് അടിച്ചു പോയതാ. ഇനി 19ാമത്തെ ചോദ്യം നോക്കുക. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബണൈൽ ഗ്രൂപ്പ്. വായിച്ചു ഞാൻ മടുത്തു കേട്ടോ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വോൾഫ്-കിഷ്നർ റിഡക്ഷൻ. നെയിം ദ റിയേജൻസ് ഇൻ ബോത്ത് കേസസ്. ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിൽ സിങ്ക് അമാൽഗവും HCl-ഉം, വോൾഫ്-കിഷ്നർ റിഡക്ഷൻ ആണെങ്കിൽ ഹൈഡ്രാസീൻ NH2NH2-ഉം KOH-ഉം. ഹൗ വിൽ യു മേക്ക് ടു ദ ഫോളോയിങ് കൺവേർഷൻ? എത്തനോയിക് ആസിഡ് ടു എത്തനോൾ ഏതിൻ്റെ പ്രസൻസിലാണ്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. പ്രൊപ്പനോയിക് ആസിഡ് ടു 2-chloro-propanoic ആസിഡ്. ആസിഡുകൾ ഹാലോജിനേറ്റഡ് ആസിഡുകളാക്കുന്നത് ആരുടെ പ്രസൻസിലാണ്? ക്ലോറിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ്. ടൊളുവീൻ ടു ബെൻസോയിക് ആസിഡ് KMnO4 ഓക്സിഡേഷൻ. ഇനി 20ാമത്തെ ചോദ്യം കഴിയാറായി കേട്ടോ. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഇസ് എ characteristics of carbonyl group. Explain with a specific example how the reaction takes place. Show the order of the reactivity of the following compounds in nucleophilic addition reaction. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഒരുപാടെണ്ണം നമുക്ക് പറയാം. അതാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തത് കയ്യിൽ. ഒരുപാട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്, അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, അഡീഷൻ ഓഫ് ആൽക്കഹോളുകൾ, അതുപോലെ എലിമിനേഷൻ റിയാക്ഷൻ വരുമ്പോൾ അഡീഷൻ ഓഫ് അമോണിയ, ഇതെല്ലാം നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താക്കുന്നതാണ്, പറയുന്നതാണ് കേട്ടോ. അതിൽ നിങ്ങളോട് അഡീഷൻ റിയാക്ഷൻ്റെ ഓർഡർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ പറയുന്ന സമയത്ത് കോമ്പൗണ്ടുകളുടെ ഓർഡർ ആണെങ്കിൽ കോമ്പൗണ്ടുകളുടെ ഓർഡർ ആണോ അതോ റിയേജൻറ്റിൻ്റെ ഓർഡർ ആണോ എന്നുള്ളതാണ്. കോമ്പൗണ്ടിൻ്റെ ഓർഡർ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ. ഫോർമാൽഡിഹൈഡിനായിരിക്കും ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ കൂടുതൽ, അത് കഴിഞ്ഞാൽ അസറ്റാൽഡിഹൈഡിനായിരിക്കും, അത് കഴിഞ്ഞാൽ അസറ്റോണിനായിരിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്തോറും സ്റ്റെറിക് ഇൻട്രൻസ് കൂടുന്നത് കൊണ്ടാണ് അസറ്റോണിന് കുറവ്, കീറ്റോണിന് കുറവ്, ആൽഡിഹൈഡുകൾക്ക് കൂടുതൽ. ഇനി അരോമാറ്റിക് ആവുന്ന സമയത്ത് ബെൻസാൽഡിഹൈഡിന് കൂടുതൽ, പിന്നെ അസറ്റോഫിനോൺ, പിന്നെ ബെൻസോഫിനോൺ ആണ് വരിക. അവിടെയും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ +R എഫക്റ്റ് ആണ് കേട്ടോ. അതായിരിക്കണം അവരുദ്ദേശിച്ചത്. ഇനി ഞാൻ പറഞ്ഞ തന്നെയാണല്ലോ തന്നത്. ഓർഡർ നോക്കാനല്ലേ പറഞ്ഞത്. അതിൽ ആദ്യം കൊടുക്കേണ്ടത് HCHO ഫോർമാൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ CH3CHO അസറ്റാൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ CH3CO CH3 കീറ്റോൺ. കാരണം ബൾക്കി ഗ്രൂപ്പുകൾ 2 ഉണ്ട് കീറ്റോണിൽ, അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്താവും, കൂടും. ഇനി ഷോ ഹൗ ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് ദ ഫോളോയിങ് റിയേജൻ. ആൽഡിഹൈഡുകളുമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ റിയാക്ഷൻ ഇതാണ്. ആൽഡിഹൈഡുകളും സെമി കാർബസൈഡും തമ്മിലുള്ള റിയാക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിയാക്ഷൻസ് മാത്രമേ നമ്മൾ ആൽഡിഹൈഡുകളുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ആൽഡിഹൈഡിൻ്റെ റിയാക്ഷനാണ് സെമി കാർബസൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇതിൽ ഏതെങ്കിലും 2 റിയാക്ഷൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണേടാ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. സെമി കാർബസൈഡുമായിട്ടുള്ള റിയാക്ഷനിൽ അത് സെമി കാർബസോൺ ആയിട്ട് എന്താവും, മാറും. നോക്കാം, ഞാനത് പിന്നെ വിട്ടുപോയി നിങ്ങളോട് പറയാൻ. ഇപ്പോൾ CH3CHO ആൽഡിഹൈഡ് ആണ്. അതിനെ സെമി കാർബസൈഡ് എന്ന് പറയുമ്പോൾ NH2NH
CONH2 ആണ് നമ്മൾ പറയുന്ന സെമി കാർബസൈഡ്. കെമീസ് കാർബസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള H2ഉം ഈ Oയും കൂടി വാട്ടർ ആയിട്ട് പോവും. അപ്പോൾ CH3 ഡബിൾ ബോണ്ട് NNH CONH2 സെമി കാർബസോൺ ആയിട്ട് എന്താവും മാറും. Then there is another one, zinc അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl ആണെങ്കിൽ നമ്മുടെ ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ഹൗ വിൽ യു മാനുഫാക്ചർ ഫോമിക് ആസിഡ് ഫ്രം CO? കാർബൺ മോണോക്സൈഡിനകത്ത് നിന്ന് ഫോർമിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ? വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിന്തസിസ് ആണ്. കാർബൺ മോണോക്സൈഡിനകത്ത് നിന്ന് നമ്മൾ ഫോർമിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നത്. സിന്തസിസ് ഇല്ല എങ്കിൽ നമുക്ക് വേണ്ട കേട്ടോ. ഫ്രം സാധാരണഗതിയിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാർബൺ മോണോക്സൈഡുകളെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്, കാർബൺ മോണോക്സൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന ഫോർമിക് ആസിഡ് എന്താക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. സാറിങ്ങനെ നോക്കിയത് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാത്തതാണോ, അത് ഔട്ടിൽ നിന്ന് കയറി വന്നതാണോ, ഔട്ട് ഓഫ് ആയിട്ട് കയറി വന്നതാണോ എന്നുള്ളതാണ്. മക്കൾ ഓർക്കണേടാ, ഞാൻ വിട്ടുപോയാലും നിങ്ങളൊന്ന് ഓർക്കണം അത്. ഹൗ വിൽ യു പ്രിപ്പയർ കാർബോക്സിലിക് ആസിഡ് എന്നുള്ളത്. സയനൈഡുകൾക്കകത്ത് നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ആൽക്കൈൽ ബെൻസീനിനകത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് തന്നെ ഒരു വഴിയുള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. Suggest a chemical test to distinguish this acid from acetic acid. Account from this observation. ഫോർമാൽഡിഹൈഡും അസറ്റിക് ആസിഡും അസറ്റാൽഡിഹൈഡും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അസറ്റാൽഡിഹൈഡിൻ്റെ റിയാക്ഷൻസ് തന്നെ ധാരാളമാണ്. HVZ റിയാക്ഷൻ നടത്തിയാൽ തന്നെ മതി. ഒരിക്കലും ഫോർമാൽഡിഹൈഡ് HVZ റിയാക്ഷൻ എന്താക്കില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. Aliphatic aldehydes differ from aromatic aldehyde. Give an example for an aliphatic aldehyde and aromatic aldehyde containing 7 carbon atom. 7 കാർബൺ ആറ്റം ഉള്ള അലിഫാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഹെപ്റ്റനാൽ വരയ്ക്കുക. അരോമാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് 6 ആയി, അതിൻ്റെ മുകളിൽ ആൽഡിഹൈഡ് കൊടുത്ത് ബെൻസാൽഡിഹൈഡ് ആയ 7 ആയി. Give one reaction in which the above aldehyde differ. ബെൻസാൽഡിഹൈഡും ഹെപ്റ്റനാലും തമ്മിൽ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ടോളൻസ് റിയേജൻ്റ് ആണ്. അരോമാറ്റിക് ആൽഡിഹൈഡ് ആയ ബെൻസാൽഡിഹൈഡ് ഒരിക്കലും ടോളൻസ് റിയേജൻറ്റിൻ്റെ റിയാക്ഷൻ എന്താക്കുകയില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇല്ല കേട്ടോ. അരോമാറ്റിക് ആൽഡിഹൈഡുകളായ ബെൻസാൽഡിഹൈഡ് ഒരിക്കലും ടോളൻസ് റിയേജൻറ്റിൻ്റെ റിയാക്ഷൻ എന്താക്കുകയില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്താക്കണം, ഓർക്കണം. ഇത്രയുമാണ് അരോമാറ്റിക് അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൻ്റെ പാർട്ട് 2-ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? റെഡി? താങ്ക് യു ഓൾ ഓഫ് യു.